നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, ഇങ്ങനെ ചില മണ്ഡലങ്ങളാണ്. അതിനോടൊപ്പം പിന്നീട് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലം കൊല്ലമാണ്. കൊല്ലത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. 2014 NK പ്രേമചന്ദ്രൻ LDF വിട്ടിറങ്ങി വന്ന UDF ചേക്കേറുന്നു. അങ്ങനെ പ്രേമചന്ദ്രന് 2014 കൊല്ലം നിവാസികൾ പാർലമെന്റിലേക്ക് അയക്കുന്നു. അന്ന് മുതൽ പകയുടെ രാഷ്ട്രീയം കൊല്ലത്ത് നേറിപ്പുകയുകയാണ് ചെയ്യുന്നത്. ഏതെല്ലാം തരത്തിൽ ഈ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് CPM ചിന്തിക്കുന്നു. ഒപ്പം പിണറായി വിജയനും. അതിനുവേണ്ടിയാണ് 2014 MA ബേബിയെ ഇറക്കിയത്. MA ബേബിയെ ഇറക്കിക്കഴിഞ്ഞ് വലിയ സാംസ്കാരിക നായകൻ എന്ന് സ്വയം നടിച്ചു നടക്കുന്ന MA ബേബി വരുമ്പോൾ അങ്ങ് കൊല്ലം വാരിപ്പുണരുമെന്നാണ് കരുതിയത്. പക്ഷേ നമ്മുടെ കാരണഭൂതൻ അവിടെ ചെന്ന് NK പ്രേമചന്ദ്രനെതിരെ പ്രസംഗിച്ചു. ഒരു ഇടത്തല്ല 3 പരനാറി എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്താൻ കാരണഭൂതൻ സമർത്ഥനാണല്ലോ. അങ്ങനെ 3 പരനാറി എന്ന് പറഞ്ഞപ്പോൾ പ്രേമചന്ദ്രന് അനുകൂലമായിട്ട് കൊല്ലം മണ്ഡലം മാറുകയും ചെയ്തു. എന്തായാലും അതോടുകൂടി MA ബേബിയുടെ ഈ മത്സര രംഗത്തുള്ള ഇടപെടൽ അങ്ങ് തീർന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പരനാറി എന്ന് വിളിച്ചത് ചിലപ്പോൾ MA ബേബിക്ക് വേണ്ടിയായിരിക്കാം. MA ബേബിയെ തോൽപ്പിച്ചൊരു മൂലക്കിരുത്തുക എന്നുള്ളത് കാരണഭൂതൻ കണ്ടിരുന്നു. അത് നടക്കുകയും ചെയ്തു. 2019 പ്രേമചന്ദ്രൻ 2ാം തവണയും മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എതിരിടാനായിട്ട് ബാലഗോപാലിനെയാണ് നിർത്തിയത്. ബാലഗോപാലിനെ വേണ്ടി പ്രചാരണത്തിന് അവിടെ എത്തുമ്പോൾ കാരണഭൂതൻ പിന്നെയും പറഞ്ഞു, പരനാറി തന്നെ, അതിൽ മാറ്റമില്ല. NK പ്രേമചന്ദ്രൻ പരനാറി, എന്നും പരനാറിയാണ്. ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രൻ 2ാം തവണയും പാർലമെന്റിലേക്ക് പോയി. ഇപ്പോഴിതാ 3ാം തവണയും പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയൻ. എന്തിന്, വാജ്പേയി പോലും NK പ്രേമചന്ദ്രനെ ഏറെ പ്രശംസിച്ചിട്ടുള്ളതാണ്. നല്ല പാർലമെന്റേറിയൻ, കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് വളരെ ചടുലമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കും. നമ്മുടെ AA റഹീമിനെ പോലൊന്നുമല്ല. അപ്പോൾ കാര്യങ്ങളിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് പ്രേമചന്ദ്രൻ എന്ന് കൊല്ലത്തെ വോട്ടർമാർ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ പാർട്ടി കുറേ നാളായിട്ട് ആലോചിക്കുന്നു ആരെ ഇറക്കാം പരാജയപ്പെടുത്താനായിട്ട് പ്രേമചന്ദ്രന്. പ്രേമചന്ദ്രൻ RSPയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവർ പരിഹസിക്കുന്നത് പ്രേമചന്ദ്രൻ കുറേ കാലമായിട്ട് ഒരു സംഘിയാണ്. പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചതിൻ്റെ പേരിൽ ഒന്നുകൂടെ സംഖ്യയാക്കി കൊടുത്തു. പ്രധാനമന്ത്രി വിളിച്ചാൽ ഏത് പാർലമെന്റ് മെമ്പർക്കാണ് പോകാതിരിക്കാൻ കഴിയുക? അങ്ങനെ NK പ്രേമചന്ദ്രൻ പോയി. NK പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ തന്നെയാണ്. മോദി തന്നെ പലയിടങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പ്രേമചന്ദ്രനെ അത്തരത്തിലും CPM ചിത്രീകരിക്കാൻ നോക്കുന്നു. പക്ഷേ കൊല്ലത്തെ വോട്ടർമാരിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നിട്ടെന്താ സംഭവിക്കാൻ പോകുന്നത്? പ്രേമചന്ദ്രനെ എതിരിടാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്നത് ചലച്ചിത്ര നടൻ മുകേഷിനെയാണ്. 2 വട്ടം കൊല്ലത്ത് നിന്ന് MLA ആയിട്ട് 2ാം വട്ടവും ജയിച്ചു നിൽക്കുകയാണ്. 2021 ആദ്യത്തിൽ 2016 PK ഗുരുദാസിനെ മാറ്റിയിട്ടാണ് ഓമാധവന്റെ മകനായ മുകേഷിനെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. അത് കാരണഭൂതന്റെ കളി തന്നെയാണ്. അങ്ങനെ ഈ ഗുരുദാസിനെ മാറ്റിയതിൽ ഗുരുദാസൻ വളരെ നല്ല മന്ത്രിയായിരുന്നു, നല്ല നിയമസഭാ സാമാജികൻ, അഴിമതിയില്ലാത്ത ആള്, സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ആള്. ഇങ്ങനെയുള്ള വ്യക്തിയെ മാറ്റിയതിൽ കൊല്ലത്തുകാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. അവരെല്ലാം മര്യാദയ്ക്ക് ഇരുത്തി കാരണഭൂതൻ. എന്നിട്ടാണ് മുകേഷിനെ ഇറക്കിയത്. 2021 ആവർത്തിച്ചു. 2021 ഈ തീരദേശ മേഖലകളിൽ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ, സ്ത്രീകൾ ചൂലുമായിട്ടിറങ്ങിയതാണ് മുകേഷിന് നേരെ. അന്ന് കിട്ടിയ ഭൂരിപക്ഷം എത്ര? 2000-ലധികം വോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മുകേഷിനെയാണ് ഇപ്പോൾ പ്രേമചന്ദ്രനെ തളയ്ക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് പാർട്ടിക്കാർക്കും അറിയാം. പ്രേമചന്ദ്രനോട് എതിരിടാൻ തക്ക പ്രാപ്തിയുള്ള ആളല്ല മുകേഷ്. പിന്നെ ആരെയെങ്കിലും പിടിച്ചു നിർത്തണ്ടേ? ചിന്തോ ജെറോമിൻ്റെ പേര് വരെ പറഞ്ഞു.
ചിന്തോ ജെറോമിനെ നിർത്തുന്നതിലും അല്പം കൂടെ ഭേദമുണ്ടല്ലോ എന്ന് കരുതിയാണ് ഈ താരത്തിളക്കത്തിൽ നിൽക്കുന്ന മുകേഷിനെ ഏൽപ്പിച്ചത്. കൊല്ലത്തുകാർക്ക് ഒരു താരത്തെയോ ഒരു നടനെയോ അല്ല ആവശ്യം, ഒരു നല്ല MLA MPA ഒക്കെയാണ് ആവശ്യം. പ്രേമചന്ദ്രനിൽ നിന്ന് അത് കൊല്ലത്തെ വോട്ടർമാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 3ാം തവണ അവർ പാർലമെന്റിലേക്ക് അയക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്താണ് മുകേഷിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഈ തീക്കട്ടയിൽ കയറി എറും ഭരിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിലാണ് കൊല്ലത്ത് മുകേഷ് നേരിടാൻ പോകുന്നത്.